12 വർഷങ്ങൾക്ക് ശേഷം ഭാവനയുടെ ഒരു തമിഴ് സിനിമ റിലീസ് ചെയ്യാനായി പോവുകയാണ്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ തമിഴ് ചാനലുകൾക്ക് എല്ലാം അഭിമുഖങ്ങൾ നൽകുന്ന തിരക്കിലാണ് നടി. സിനിമാ വിശേഷങ്ങളെക്കാൾ തൻ്റെ സ്വകാര്യ ജീവിതത്തിലെ വിശേഷങ്ങളാണ് ഭാവന കൂടുതലും സംസാരിക്കുന്നത്. നവീനുമായുള്ള പ്രണയത്തെക്കുറിച്ചും കുഞ്ഞു കുഞ്ഞു വഴക്കുകളെക്കുറിച്ചുമെല്ലാം ഭാവന സംസാരിക്കുന്നുണ്ട്. ഒരു പ്രണയപരാജയം സംഭവിച്ച് ഡിപ്രഷനിലേക്ക് പോകുന്ന സമയത്താണ് നവീൻ തൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. ഒരു കന്നഡ സിനിമയ്ക്കു വേണ്ടി കഥ പറയാൻ വന്ന നിർമ്മാതാവാണ് നവീൻ. സംസാരിച്ച് സുഹൃത്തുക്കളായി. നവീനും ആ സമയത്ത് ഒരു പ്രണയപരാജയം സംഭവിച്ചു നിൽക്കുകയായിരുന്നു. വീണ്ടും ഒരു പ്രണയത്തിനോ കല്യാണത്തിനോ ഉള്ള താല്പര്യം എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ആ സൗഹൃദം പിന്നീട് എങ്ങനെയൊക്കെ അങ്ങനെയായി എന്നാണ് ഭാവന പറഞ്ഞത്. ഒരു കാര്യത്തിൽ മനസ്സ് നിൽക്കുന്ന ആളല്ല ഞാൻ. എൻ്റെ ചിന്തകളും തീരുമാനങ്ങളും എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ പറയും അഭിനയമൊക്കെ നിർത്തുകയാണെന്ന്, ചിലപ്പോൾ എല്ലാം ഒന്നുകൂടെ ശ്രദ്ധിക്കണം എന്ന് പറയും. ആദ്യമായി എന്നോട് സംസാരിക്കുന്നവർക്ക് ഒന്നിലും ഉറച്ചു നിൽക്കാത്ത എൻ്റെ സ്വഭാവം അല്പം ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. പക്ഷേ നവീനും എൻ്റെ സുഹൃത്തുക്കളുമെല്ലാം ഇപ്പോൾ അത് ശീലിച്ചു. ഞാൻ എന്താണ് എന്ന് അവർക്ക് അറിയാം. ഞങ്ങൾ ഐഡിയൽ കപ്പിൾ ഒന്നുമല്ല. നന്നായി വഴക്കിടാറുണ്ട്. 6 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ പല വഴക്കുകളും ഉണ്ടാകും. വഴക്കിനിടയിൽ പണ്ട് പറഞ്ഞതെല്ലാം ഞാൻ എടുത്തു പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ നവീൻ വളരെയധികം മനസ്സിലാക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളാണ് എന്ന് ഭാവന പറയുന്നു. അൺകണ്ടീഷണൽ ലവിനെ കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും ഭാവന സംസാരിക്കുന്നുണ്ട്. എനിക്കെൻ്റെ അമ്മയോടും പെറ്റ്സിനോടുമുള്ളത് അൺകണ്ടീഷണൽ ലവാണ്. അതല്ലാതെ മറ്റൊന്നും അറിയില്ല. വിവാഹമോചനം തെറ്റാണ് എന്നൊരിക്കലും പറയില്ല. പരസ്പരം ഒത്തുപോകാതെ ബന്ധം വേർപിരിയുന്നതിന് തെറ്റില്ല. സോഷ്യൽ പ്രഷറിൻ്റെ പേരിലോ മറ്റ് ബാധ്യതകളുടെ പേരിലോ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടതില്ല എന്നാണ് ഭാവനയുടെ അഭിപ്രായം.